ഹലോ ഹായ് 2024 അവസാനിച്ച് 2025 തുടങ്ങുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട പെർഫോമേഴ്സ് ആക്ടേഴ്സിന്റെ ഒരു പൊതു അപഗ്രഥനമാണ്. അവരുടെ പെർഫോമൻസിന്റെയും അവരുടെ ഹിറ്റുകളുടെയും അടിസ്ഥാനത്തിൽ മുന്നിലാര് പിന്നിലാര് എന്നുള്ള വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ വർഷം 2023 പിന്നിലാര് എന്നുള്ളതിന്റെ ചോദ്യത്തിൽ പടക്കങ്ങളുടെ രാജകുമാരന്മാരായിട്ട് രണ്ടുപേരാണ് ഉണ്ടായിരുന്നത്, ധ്യാൻ ശ്രീനിവാസനും ആസിഫ് അലിയും. പക്ഷേ 2024 എത്തുമ്പോൾ ആസിഫ് അലി ആ ലിസ്റ്റിൽ നിന്ന് പതിയെ ഒന്ന് സ്കിപ്പായിട്ടുണ്ട്. പക്ഷേ ആ സ്കിപ്പാവല് വെറുതെ ഒരു സ്കിപ്പാവലല്ല, ഗംഭീര തിരിച്ചുവരവാണ് ആസിഫ് അലി നടത്തിയിരിക്കുന്നത്. പക്ഷേ ധ്യാൻ ശ്രീനിവാസൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ധ്യാൻ ശ്രീനിവാസൻ പിന്നിലാര് എന്ന് പറയുന്ന ലിസ്റ്റിലെ ടോപ്പ് 1 റാങ്ക് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ധ്യാൻ ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ പ്രയാണം തുടരുകയാണ്. അപ്പോൾ മുന്നിലാര് എന്ന് നോക്കുന്നതിനേക്കാൾ നല്ലത് പിന്നിലാര് എന്ന് നോക്കി വരുന്നതായിരിക്കും നമുക്ക് തുടക്കത്തിലെ ആദ്യം നല്ലത്. ഒന്നാമത്തെ ആള് പടക്കങ്ങളുടെ രാജകുമാരനായിട്ടുള്ള ധ്യാൻ ശ്രീനിവാസൻ. ഞാൻ ചെന്ന് കഥ പറഞ്ഞാലും എനിക്ക് വേണ്ടിയും അഭിനയിക്കാൻ തയ്യാറായിട്ടുള്ള ഡേറ്റ് കൊടുക്കുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് പൊതുവിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഒരു കമന്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഞാൻ ചെന്ന് കഥ പറയാൻ പോകുന്നില്ല ഗൈസ്. ധ്യാൻ ശ്രീനിവാസൻ ഈ വർഷം ചെയ്തത് 13 സിനിമകളാണ് ഗൈസ്. അടുത്ത പോയിന്റ് 13 സിനിമകൾ. ഈ 13 സിനിമയിൽ സ്വന്തം ചേട്ടന്റെ സിനിമ വർഷങ്ങൾക്ക് ശേഷം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി 12 സിനിമകളും 8 നിലയിൽ പൊട്ടിയ വർഷം 2023 തുടർക്കഥയായി മാറുന്നു. അപ്പോൾ ചേട്ടന്റെ സിനിമ വർഷങ്ങൾക്ക് ശേഷം ജസ്റ്റ് എസ്കേപ്പ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം തിയേറ്ററിൽ ആ സമയത്ത് ഒരു 84 കോടിയോളം കളക്ട് ചെയ്തെങ്കിലും OTT വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും എടുത്തുട്ടുത്ത ഒരു സിനിമയാണ്. ഭയങ്കരമായ ട്രോളുകൾ വന്ന സിനിമയാണ് ജസ്റ്റ് എസ്കേപ്പ്. അല്ലെങ്കിൽ 13 സിനിമയിൽ അഭിനയിച്ച് 13 പൊട്ടിയ ഒരു വലിയ ഒരു റെക്കോർഡ് ധ്യാൻ ശ്രീനിവാസന്റെ പേരിലായേനെ. ആൻഡ് പടക്കങ്ങളുടെ രാജകുമാരൻ എന്ന ലിസ്റ്റിൽ 2ാം സ്ഥാനം, പിന്നിലാര് 2ാം സ്ഥാനം ഷൈൻ ടോം ചാക്കോ. ധ്യാൻ ശ്രീനിവാസൻ 13 സിനിമകളിൽ 12 പൊട്ടിച്ചെങ്കിൽ ഷൈൻ ടോം ചാക്കോ 12 സിനിമകളിൽ 11 പൊട്ടിച്ചിരിക്കുകയാണ്. ധ്യാൻ ശ്രീനിവാസന്റെ പോലെ തന്നെ ഒരു സിനിമ മാത്രം ഹിറ്റടിച്ച് ബാക്കിയെല്ലാം നിരത്തി പൊട്ടിച്ച ഒരു പടക്കങ്ങളുടെ സ്റ്റാർ ഷൈൻ ടോം ചാക്കോ. ആ ഒരെണ്ണം ഏതാണെന്ന് വെച്ചാൽ ദേവരയാണ്, അന്യഭാഷ ചിത്രമാണ്. ആ പടത്തിൽ മാത്രം ഹിറ്റടിച്ചു, ബാക്കിയെല്ലാം പൊട്ടി. എന്ന് പറയാം, വൺസ് അപ്പോൺ എ ടൈം, ഒരു അന്വേഷണത്തിന്റെ തുടക്കം, പിന്നെ കൂട്ടത്തിലെ കൊമ്പൻ, വിവേകാനന്ദൻ വൈറലാണ്. അങ്ങനത്തെ കുറച്ച് അധികം സിനിമ 11 പൊട്ടിച്ചു. അപ്പോ 2ാം സ്ഥാനം പടക്കങ്ങളുടെ രാജകുമാരൻ ഷൈൻ ടോം ചാക്കോ. 3ഉം 4ഉം സ്ഥാനങ്ങൾ പങ്കിടുന്നത് സുരാജും ബിജുമേനോൻ ചേട്ടനും കൂടിയാണ്. രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച സിനിമ കൂടിയുണ്ട് ഇതിനകത്ത്. ഏറ്റവും അവസാനം വന്ന ED എന്ന് പറയുന്ന സിനിമ മാത്രമാണ് സുരാജ് ചേട്ടന് ഒരു മേൽക്കൈ ഉണ്ടാക്കി കൊടുത്ത സിനിമ. ബാക്കിയൊക്കെ നിരന്തരം പൊട്ടി. 5ഉം 6ഉം സിനിമകൾ സുരാജും ബിജുമേനോൻ ചേട്ടനും അഭിനയിച്ചിട്ടുണ്ട്. 6ാം സ്ഥാനം വരുന്നത് ദിലീപേട്ടനാണ്. അത് 6ാം സ്ഥാനമായി പോകാൻ കാരണം 2 സിനിമകളിൽ അഭിനയിച്ചുള്ളൂ, പക്ഷേ 2ഉം പൊട്ടി ഗൈസ്. അതിനകത്ത് ഒരെണ്ണം ഓൾ ടൈം ഡിസാസ്റ്റർ ആണ്, തങ്കമണി. ദിലീപേട്ടൻ ഓഞ്ഞ വിഗും വെച്ച് വന്നു, ഓഞ്ഞ രീതിയിൽ പൊട്ടിയ പടം തങ്കമണി. പിന്നെ പവി കേട്ടേക്കറിൽ കുറെ പെണ്ണുങ്ങളെയും വിളിച്ചുകൊണ്ടുവന്ന് വിനീത് കുമാർ കയറ്റി അഭിനയിപ്പിച്ചു. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കോമഡിയൊക്കെ ചെയ്ത് ഇപ്പോഴും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കോമഡിയാണെന്ന് മനസ്സിലാവാത്ത ഒരേ ഒരു നടൻ ദിലീപേട്ടനാണ്. അപ്പോൾ 2 സിനിമയിൽ അഭിനയിച്ചു, 2ഉം പൊട്ടി. പിന്നെ അതിന്റെ തൊട്ടടിയിലായിട്ട് നിവിൻ പോളിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല പയ്യനായിരുന്നു സാറേ, കുറച്ച് നാളുകളായിട്ട് എന്തൊക്കെയോ സംഭവിച്ചു എന്ന് പറയുന്ന പോലെയാണ് നിവിൻ പോളിയുടെ കാര്യം. 2 സിനിമയിലാണ് ഈ വർഷം അഭിനയിച്ചത്. ഒന്ന് മലയാളി ഫ്രം ഇന്ത്യ, 8 നിലയിൽ പൊട്ടി. ഒരു ഓഞ്ഞ ഹെയർ സ്റ്റൈലും പരിപാടിയും ധ്യാൻ ശ്രീനിവാസനുണ്ട് കൂടെ, ഓഞ്ഞ കോമഡികൾ. പക്ഷെ എന്തൊക്കെ വന്നാലും വർഷങ്ങൾക്ക് ശേഷത്തിൽ കുറച്ച് എൻഗേജ്ഡ് ആയിട്ടിരുന്ന സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് നിവിൻ പോളിയുടെ വരവാണ്. ഒരു കാമിയോ റോൾ, അതൊരു 1.5 പരിപാടിയായിരുന്നു. നിവിൻ പോളി സ്ക്രീനിൽ വന്നപ്പോൾ നല്ല എൻഗേജ്ഡ് ആയിട്ടിരുന്നു. ആ സിനിമയിൽ ഏറ്റവും എൻജോയ് ചെയ്ത് കണ്ട ഭാഗങ്ങൾ നിവിൻ പോളിയാണ്. നല്ല സ്ക്രിപ്റ്റും നല്ല മേക്കേഴ്സും ഉണ്ടെങ്കിൽ നിവിൻ പോളിക്ക് ഇപ്പോഴും ഹിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ കുറച്ച് നാളുകളായിട്ട് സ്ക്രിപ്റ്റ് സെലക്ഷൻ. പിന്നെ തൊട്ടടിയിൽ ഇന്ദ്രജിത്ത് സുകുമാരനുണ്ട്, മാരിവില്യം ഗോപുരങ്ങൾ, അതുപോലെ തന്നെ ഞാൻ കണ്ടതാ സാറേ പോലെയുള്ള ഏതൊക്കെയോ പടത്തിൽ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. അത് തിയേറ്ററിൽ വരുന്നതും കാണാം, പോകുന്നതും കാണാം. സുനാമി പോലെയാണ് ഗൈസ്. അപ്പോൾ പടക്കങ്ങളുടെ രാജകുമാരന്മാരിൽ അവരും ഉണ്ട് ഗൈസ്. പിന്നെ ഗൈസ്, ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരാളുണ്ട്, അർജുൻ അശോകനാണ്. ഒളിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് രസകരമാണ്. പുള്ളി കുറെ പടത്തിൽ അഭിനയിച്ച് കൂട്ടുന്നുണ്ട്. പക്ഷേ ഈ പടങ്ങളൊന്നും വർക്കാവുന്നില്ല. പക്ഷേ എന്താ പറയാ, മറ്റുള്ള നടന്മാർക്ക് കിട്ടുന്ന ക്രിട്ടിസൈസേഷൻ ഒന്നും ഇയാൾക്ക് കിട്ടുന്നില്ല അർജുൻ അശോകന്. അതെന്തോ വലിയൊരു അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട്. ഈ വർഷം അദ്ദേഹം കുറെ പടങ്ങളിലൊക്കെ അഭിനയിച്ചു. വൺസ് അപ്പോൺ എ ടൈം, പല്ലോട്ടി, 90 കിഡ്സ്, ആനന്ദ് ശ്രീബല, പിന്നെ ബ്രഹ്മയുഗം ഉണ്ട്. ആ ബ്രഹ്മയുഗം മാത്രമാണ് ഹിറ്റ് ലിസ്റ്റിൽ പെട്ടത്. ബാക്കി കുറെ പടങ്ങൾ, ഇതിനകത്ത് ഇല്ലാത്ത പടങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ കയറി അഭിനയിച്ച് 8 നിലയിൽ പൊട്ടിയിട്ടുണ്ട്. പിന്നെ ജോജുവിന്റെ 2-3 സിനിമകളാണ് ഇറക്കിയത്. അത് മലയാളത്തിൽ, പിന്നെ തമിഴിൽ വേറെ സിനിമകളുണ്ട്. അതിൽ ആരോ എന്ന് പറയുന്ന പടം പൊട്ടി. പക്ഷേ പണി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഡയറക്റ്റ് ചെയ്ത സിനിമയുമായി വന്ന് ഒരു ഹിറ്റ് അടിച്ചത് കൊണ്ട് ഇത് അധികം ചർച്ച ചെയ്യപ്പെട്ടു പോയില്ല. പിന്നെ ഈ കൂട്ടത്തിൽ മറ്റൊരാൾ കൂടിയുണ്ട്,
ചാക്കോച്ചൻ ഗർ എന്ന് പറയുന്ന സിനിമ 8 നിലയിൽ പൊട്ടിച്ചതാണ്. പിന്നെ ബൊഗൈൻവില്ല എനിക്കൊരു ആവറേജ് പരിപാടിയായിട്ടൊക്കെ എനിക്ക് വർക്കായുള്ളൂ. പിന്നെ നമ്മുടെ ലാലേട്ടൻ വാലിബനുമായി വന്നത്, അത് ഞാൻ അവസാനം പറയാൻ കാരണം വാലിബൻ എനിക്ക് വർക്കായ സിനിമ ആയതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ പറയുന്നത്. അപ്പോൾ ഗൈസ്, പിന്നിലാര് എന്നുള്ള ലിസ്റ്റിൽ വളരെ വേഗത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1-ാം സ്ഥാനം പടക്കങ്ങളുടെ രാജകുമാരൻ ധ്യാൻ ശ്രീനിവാസൻ, 2-ാം സ്ഥാനം ഷൈൻ ടോം ചാക്കോ, 3-ാം സ്ഥാനം ദിലീപേട്ടന് കൊടുക്കേണ്ടി വരും, പിന്നെ സുരാജ്, ബിജുമേനോ, അങ്ങനെ അങ്ങ് പോവും നമ്മുടെ ലിസ്റ്റ്. നിവിൻ പോളി ഒക്കെ അങ്ങനെ അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് മുന്നിലാര് എന്നുള്ളതാണ്. മുന്നിലാര് എന്ന് നോക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഗൈസ്. കാരണം സിനിമകളുടെ എണ്ണവും ഹിറ്റുകളുടെ എണ്ണവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങോട്ടും ഇവിടെ കയറിയും കുറഞ്ഞൊക്കെ ഇരിക്കും. സിനിമകളുടെ എണ്ണവും ഹിറ്റുകളുടെ എണ്ണവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ മുന്നിലാര് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ബേസിൽ ജോസഫ്. ബേസിൽ ജോസഫിന്റെ ഒരു ട്രാക്ക് ഗംഭീര ട്രാക്കാണ്. അദ്ദേഹം ഒരു ഇവിടെ ദിലീപേട്ടന്റെ ജനപ്രിയ താരം എന്നുള്ള ഒരു പരിപാടിയൊക്കെ പോയി, പ്രത്യേകിച്ച് കേസ് കൂടി വന്നപ്പോൾ ആ ഒരു പ്ലേസിലേക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആളുകൾ ജനപ്രിയ നായകൻ എന്നുള്ള രീതിയിൽ സംസാരിച്ച് തുടങ്ങിയിട്ടുള്ള ഒരാളാണ് ബേസിൽ. സംവിധാനത്തിൽ നിന്ന് വിട്ട് ഇപ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യുന്നു. ഈ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഒന്നിനൊന്ന് ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്യുന്നു. കോമഡി ആണെങ്കിലും അതുപോലെ തന്നെ ക്യാരക്ടർ റോൾ ആണെങ്കിലും എല്ലാം. ബേസിൽ 8 സിനിമകളാണ് ഈ വർഷം ചെയ്തിട്ടുള്ളത്. അതിൽ 8ഉം ഹിറ്റാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത. 8 സിനിമയിൽ അഭിനയിച്ച് 8ഉം ഹിറ്റാക്കാനായിട്ട് കുറച്ച് കഴിവ് അതിൽ ബേസിലുണ്ട്. അതിൽ നുണക്കുഴി, പിന്നെ ഗുരുവായൂരമ്പല നടയിൽ, പിന്നെ സൂക്ഷ്മദർശിനി അവസാനം വന്ന് ഹിറ്റടിച്ച സിനിമ. മുന്നിലാരെന്നുള്ള ചോദ്യത്തിന് 1-ാം സ്ഥാനം ബേസിലിന് കൊടുക്കേണ്ടി വരും. 2-ാം സ്ഥാനം നമുക്ക് മമ്മൂക്കക്ക് കൊടുക്കാം. കാരണം മമ്മൂക്ക ഈ വർഷം അഭിനയിച്ചത് 2 സിനിമകളിലാണ്. ഒന്ന് ടർബോ, മറ്റൊന്ന് ബ്രഹ്മയുഗം. 3 സിനിമയുണ്ട്. അതിനകത്ത് ഒരെണ്ണം ഒസ്ലർ, അതിനകത്തൊരു ക്യാമിയോ റോളിലാണ് വന്നതെങ്കിൽ 3 സിനിമ കൂട്ടേണ്ടി വരും. അതിൽ ബ്രഹ്മയുഗം ഗംഭീര വർക്കായിരുന്നു. ഗംഭീര വർക്ക്. പെർഫോമൻസ് വൈസ് ഒരു രക്ഷയില്ല. മമ്മൂക്കയെ പോലുള്ള ഒരാൾക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുള്ളൂ മലയാളത്തിൽ. ഗംഭീര വർക്കായിരുന്നു. ടർബോ എനിക്കൊരു ആവറേജ് പരിപാടിയായിട്ട് തോന്നിയിട്ടുള്ളൂ. ഭയങ്കര ക്ലീശേ സ്റ്റോറി, പക്ഷേ സിനിമ ഹിറ്റടിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് ഹിറ്റ് ലിസ്റ്റിലോട്ട് വെക്കേണ്ടി വരും. എബ്രഹാം ഓസ്ലറും ഹിറ്റടിച്ചു. അപ്പോൾ അതുകൊണ്ട് അഭിനയിച്ച 3 സിനിമയും ഹിറ്റടിച്ചത് കൊണ്ട് മമ്മൂക്കയും 2-ാം സ്ഥാനത്ത് എടുത്ത് വെക്കേണ്ടി വരും. 3-ാം സ്ഥാനം പൃഥ്വിരാജ് സുകുമാരൻ. 2 സിനിമകളിലാണ് ഈ വർഷം വന്നത്. അതിലൊന്ന് ഗുരുവായൂർ അമ്പലനടയിൽ. OTT ഇറങ്ങിയപ്പോൾ കുറച്ച് വിമർശനങ്ങളൊക്കെ നേരിട്ടെങ്കിലും സിനിമ ഹിറ്റ് അടിച്ചത് 80+ കോടിക്ക് അടിച്ചിട്ടുണ്ട്. പിന്നെ പാൻ ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിൽ വന്ന നമ്മുടെ അഭിമാനമായിട്ടുള്ള ആടുജീവിതം, അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ ഒക്കെ കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ. 2 സിനിമയിലാണ് ഈ വർഷം വന്നത്. 2ഉം ഹിറ്റ് അടിച്ചിട്ടുണ്ട്. 3-ാം സ്ഥാനം പൃഥ്വിരാജിന് കൊടുക്കേണ്ടി വരും. 4-ാം സ്ഥാനം ഫഹദ് ഫാസിലിന് കൊടുക്കാം. കാരണം ഫഹദ് ഫാസിൽ 4 സിനിമകളാണ് ഈ വർഷം വന്നിട്ടുള്ളത്. അതിൽ 4 സിനിമകളിൽ 4ഉം ഹിറ്റാണ്. അതിൽ 2 സിനിമ മലയാളത്തിലും 2 സിനിമ അന്യഭാഷാ ചിത്രങ്ങളുമാണ്. ബൊഗൈൻവില്ലയും ആവേശം. അതിനകത്ത് ആവേശം ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ റീച്ചായ സിനിമയാണ്. അത് റീച്ച് ആവാനുള്ള പ്രധാന കാരണം രംഗണ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടർ, പിന്നെ അതിന്റെ ആ ഡയലോഗ്, എടാ മോനെ എന്ന് പറയുന്ന ആ ഡയലോഗ് വലിയ രീതിയിൽ ട്രെൻഡൊക്കെ ആയി. അപ്പോൾ 150 കോടി പ്ലസ് കളക്ട് ചെയ്തു. ബൊഗൈൻവില്ലയിൽ എന്തിനാണ് ഫഹദ് ഫാസിൽ അഭിനയിച്ചതെന്ന് എനിക്ക് അറിയില്ല. ഒരു രീതിയിലും വർക്കാവാത്ത ഒരു ക്യാരക്ടർ, ഫഹദ് ഫാസിലിനെ കൊണ്ട് ചെയ്യിക്കേണ്ട ഒരു ക്യാരക്ടർ ആയിരുന്നില്ല. അത് ഹിറ്റ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഫഹദ് ഫാസിലിന്റെ പേരെടുത്ത് നോക്കുന്നു. പിന്നെ പുഷ്പ 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഈ പറഞ്ഞ പോലെ ഫഹദ് ഫാസിൽ ആദ്യത്തെ പാട്ടിൽ ചത്താൽ മതിയായിരുന്നു. സെക്കൻഡ് പാർട്ടിൽ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. ഫഹദ് ഫാസിലെ കോമഡി പീസാക്കി. പിന്നെ ഒന്ന് മാമൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷക പ്രശംസ നേടിയ ഒരു ക്യാരക്ടറാണ്. നായകനപ്പുറത്തേക്ക് വില്ലനെ ആഘോഷിച്ച, തമിഴ്നാട്ടിൽ പോലും വില്ലനെ ആഘോഷിച്ച ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് 4ഉം ഹിറ്റായി. 2 അന്യഭാഷാ ചിത്രങ്ങൾ കൂടി ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ എണ്ണവും അതുപോലെ തന്നെ ഹിറ്റുകളും തമ്മിലുള്ള ഒരു ചേരുവകൾ ശരിയാവാത്തത് കൊണ്ടാണ് നമ്മൾ കുറച്ച് മുന്നിലാര് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഇത്തിരി പ്രയാസമാണെന്ന് എടുത്ത് പറയാൻ കാരണം. പിന്നെ ഈ മുന്നിലാര് എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് ഒരു 4-ാം സ്ഥാനം 5-ാം സ്ഥാനത്തിലേക്കൊക്കെ എടുത്തു വെക്കാൻ സർപ്രൈസ് ആയിട്ട് എടുത്തു വെക്കാൻ കഴിയുന്ന ഒരാൾ ജഗദീഷ് ചേട്ടനാണ്. ഒരു മുൻനിര നായകൻ അല്ലെങ്കിൽ പോലും ചേട്ടൻ ഒരു 6 സിനിമയിൽ അഭിനയിച്ചു. 6ഉം മികച്ച രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട, എന്നാൽ ഗംഭീരമായിട്ട് അഭിനയിച്ച സിനിമകളാണ്. അതിലൊന്ന് ഒസ്ലർ, പിന്നെ വാഴയിലെ അച്ഛൻ ക്യാരക്ടർ, ഗുരുവായൂരമ്പലടയിലെ അച്ഛൻ ക്യാരക്ടർ, പിന്നെ ഹലോ മമ്മിയിലെ അച്ഛൻ ക്യാരക്ടർ, പിന്നെ ARMയിലെ ക്യാരക്ടർ, പിന്നെ കിഷ്കിന്ദ കാണ്ഡം, പിന്നെ അവസാനം വന്ന മാർക്കോല. പക്ഷെ മാർക്കോയിലെ ക്യാരക്ടർ എനിക്ക് കോമഡി പരിപാടിയായിട്ടാണ് തോന്നിയത്. കോമഡി പരിപാടി. ഞാൻ ഈ വർഷം റിവ്യൂവിൽ ഏറ്റവും അധികം പൂർത്തിയിട്ടുള്ള ഒരാൾ ജഗദീഷാണ്. പക്ഷേ മാർക്കോയിലെ ക്യാരക്ടർ കോട്ടിട്ട കുട്ടൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. പക്ഷെ സർപ്രൈസ് ആയിട്ട് എടുത്തു വെക്കാൻ കഴിയുന്ന ഒരു പേരാണ് ജഗദീഷ് ചേട്ടൻ. ഈ ലിസ്റ്റിൽ കുറച്ച് താഴത്തോട്ട് പോയെങ്കിലും ഏറ്റവും മുകളിൽ തല നിൽക്കുന്ന പെർഫോമൻസ്, അല്ലെങ്കിൽ ലിസ്റ്റിൽ മുകളിൽ എത്തേണ്ട ഒരാളാണ് ആസിഫ് അലി. കാരണം ഗംഭീര തിരിച്ചുവരവ്, ഗംഭീര കംബാക്കാണ് നടത്തിയിട്ടുള്ളത്. പിന്നെ അതിന്റെ 2 പടങ്ങൾ അല്പം ഒന്ന് ഡൗൺ ആയിട്ട് തോന്നുന്നു. ലെവൽ ക്രോസ് പക്ഷേ പ്രേക്ഷക പ്രശംസ നേടിയ പെർഫോമൻസും സിനിമയായിരുന്നു. പക്ഷേ ഹിറ്റ് അടിച്ചില്ല. അതുപോലെ തന്നെ അഡിയോസ് അമിഗോസ് ഒരു ആവറേജ് പരിപാടി ആയതുകൊണ്ടാണ് ആസിഫ് അലി നമ്മുടെ ലിസ്റ്റിൽ നിന്ന് ഒരു അല്പം താഴേക്ക് പോയത്. പക്ഷേ നല്ല തിളക്കമാർന്ന
പെർഫോമൻസ് ആണ് ഈ വർഷം. കിഷ്കിന്ധാകാന്ഡത്തിലെ അജയ് ചന്ദ്രൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പിന്നെ തലവൻ, ബിജുമേനോന്റെ ക്യാരക്ടറിൽ മറ്റേ ലിസ്റ്റിൽ പറഞ്ഞപ്പോൾ തലവൻ പറയാൻ മറന്നു കേട്ടോ. തലവൻ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ബിജു. പിന്നെ ഈ ലിസ്റ്റിലേക്ക് അടുത്ത് വെക്കാൻ കഴിയുന്ന ഒരാള് ടൊവിനോ. ARM എന്ന് പറയുന്ന ഒരൊറ്റ സിനിമ, 3D ആയിട്ട് വന്ന സിനിമ, 100+ കോടി കളക്ഷൻ നേടിയ ഒരു സിനിമ. ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ അന്വേഷിപ്പിക്കും കണ്ടെത്തും എനിക്ക് ചിലർക്ക് വർക്കായി, കുറച്ചവർക്ക് വർക്കായില്ല. നടികർ നിലയിൽ പൊട്ടിയ സിനിമയാണ്. വെറുതെ എയർ പിടിച്ച് ടൊവിനോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ലാതെ സിനിമ ദേശീയ പരിപാടികളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ആക്ടേഴ്സിന്റെ, നടന്മാരായിട്ടുള്ളവരുടെ ഒരു പൊതുചിത്രം. നടിമാരുടെയിലേക്ക് വരുമ്പോൾ ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് നേടിയ ഉർവശിയുടെ ഗംഭീര പെർഫോമൻസ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഉള്ളൊഴുക്കിലെ ഒരു പ്രധാന കഥാപാത്രം ചെയ്ത പാർവതിയുടെയും പെർഫോമൻസ് കണ്ടു. പിന്നെ ഏറ്റവും കൂടുതൽ സിനിമകൾ അഭിനയിച്ചിരിക്കുന്നത് നിഖില വിമലാണെന്ന്. ഉണക്കുഴി, ഗുരുവായൂരമ്പലനടയിൽ പോലെയുള്ള സിനിമകളുടെ ഹിറ്റുകൾ നിഖില വിമലിനുണ്ട്. നടിമാരുടെ കാര്യത്തിലേക്ക് മെയിനായിട്ടുള്ള നടിമാർ അഭിനയിച്ച സിനിമകളൊക്കെ വളരെ കുറവാണ്. പ്രത്യേകിച്ച് ജനുവരി മുതൽ ജൂൺ വരെയുള്ള 6 മാസം നടിമാർക്ക് ക്ഷാമമുള്ള ഒരു സമയമായിരുന്നു. ജൂലൈ മുതലാണ് നടിമാരുടെ പെർഫോമൻസ് ഉള്ള സിനിമകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. മുന്നിലാര് പിന്നിലാര് എന്നുള്ള ചോദ്യത്തിൽ മുന്നിലാര് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരാൾ ബേസിൽ ജോസഫും പിന്നെ മമ്മൂക്കയുമാണ്. പിന്നിലാര് എന്ന് പറയുമ്പോൾ അടക്കങ്ങളുടെ രാജകുമാരനുള്ള ധ്യാൻ ശ്രീനിവാസനും അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോയുമാണ് ഗൈസ്. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെയും വണക്കം.